നമ്മൾക്ക് അവബോധമില്ലാത്ത നമ്മുടെ ഒരു തലമുണ്ട്. നമുക്ക് അവബോധമില്ലാത്ത നമ്മുടെ ഒരു തലം, നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഒരു തലം, നമ്മുടെ ചില ബോഡി ലാംഗ്വേജസ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില ഹമ്മിങ്സും ചില വേർഡ്സൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ അത് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല, അത് നിങ്ങളായിരിക്കും സഹിക്കുന്നുണ്ടാവും. അത് മുഴുവനും എൻ്റെ ചില സാധനങ്ങളുണ്ടാവും, പറ്റാത്തതായിരിക്കും, മറ്റു പലർക്കും അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. എനിക്കിതറിയില്ല, അവബോധത്തിലില്ല. എൻ്റെ ചില ബോഡി ലാംഗ്വേജസ് ഉണ്ടാവുമായിരിക്കും, അത് എനിക്ക് അത് അറിയാൻ പറ്റില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെ എൻ്റെ അവബോധത്തിലില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ ഓട്ടോമാറ്റിക് ഫങ്ഷനിങ് ചെയ്യപ്പെട്ടതുപോലെ അബോധ തലത്തിൽ നിന്നും ബഹിർഗമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു സൈക്കോളജി. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഷാഡോ, ഈഗോ, പെർസോണ എന്ന് പറഞ്ഞിട്ടുള്ള ആ 3 വാക്കുകൾ മനസ്സിലാക്കണം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ വാക്ക്? ഷാഡോ, ഈഗോ, പെർസോണ. ഷാഡോ, ഈഗോ, പെർസോണ, ഇതാണ് 3 ബ്രാഞ്ചസ് പോലെ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഏരിയ. നമുക്കൊക്കെ ഉള്ളൊരു സാധനമാണ് ഷാഡോ, ഈഗോ, പെർസോണ. നമ്മളെല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുന്നു. എന്താണ് ഷാഡോ, എന്താണ് ഈഗോ, എന്താണ് പെർസോണ? പെർസോണ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മാസ്കാണ്. പെർസോണ എന്ന വാക്കിൻ്റെ അർത്ഥം മുഖം മൂടി എന്നാണ്, മനസ്സിലാക്കിക്കോളും. മുഖം മൂടി എന്നാണ് പെർസോണ എന്ന് പറഞ്ഞ അർത്ഥം. നാടകങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മുഖം മൂടിയുടെ പേരാണ് പെർസോണ. ആ പെർസോണ എന്ന വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല പേഴ്സണാലിറ്റി പറഞ്ഞാൽ നല്ല മുഖം മൂടി എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല കുറേ മുഖംമൂടികൾ കയ്യിലുണ്ടെങ്കിൽ നിറയെ പല സ്ഥലത്തും പല വ്യക്തിത്വങ്ങൾ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പോലീസാണ്, അദ്ദേഹം സ്റ്റേഷനിൽ പോലീസിൻ്റെ മുഖംമൂടി അണിയുന്നു. വീട്ടിൽ ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ പോലീസിനെ ആവശ്യമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ ആവശ്യം. അപ്പോൾ മുഖംമൂടി മാറ്റുന്നു, ഭർത്താവിൻ്റെ മുഖംമൂടി വയ്ക്കുന്നു. പോലീസിൻ്റെ മുഖംമൂടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇടി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പോലീസുകാരനെ ആവശ്യമില്ല, അവിടെ ഭർത്താവിനെ ആവശ്യമാണ്. അപ്പോൾ ഭർത്താവിൻ്റെ മുഖംമൂടി വയ്ക്കുന്നു. അപ്പോഴേക്ക് മോൻ വരുമ്പോൾ ഭർത്താവ് എന്ന മുഖംമൂടി മാറ്റിയിട്ട് അച്ഛൻ എന്ന മുഖംമൂടി വെക്കണം. അപ്പോഴേക്ക് അച്ഛൻ വന്നാലോ, ഈ അച്ഛൻ എന്ന മുഖംമൂടി മാറ്റിയിട്ട് മകൻ എന്ന മുഖംമൂടി വെക്കണം. ഓരോ മനുഷ്യൻ്റെയും മുന്നിൽ, ഓരോ ആളുകളുടെയും മുന്നിൽ നമ്മൾക്ക് ഓരോ തരത്തിലുള്ള മുഖംമൂടി വെക്കേണ്ടി വരുന്നുണ്ട്. മുഖംമൂടി എന്ന് പറയുമ്പോൾ അതിനെ നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട, ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സാഹചര്യ സന്ദർഭത്തിനനുസരിച്ച് നമ്മളിൽ കൊണ്ടുവരേണ്ട ഒരു വഴക്കമുണ്ട്. അതാണ് പെർസോണ. അതിൽ നിന്നാണ് പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അടുത്തതാണ് നമ്മുടെ ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തെ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ ഏരിയ അല്ല, നമ്മളുടെ ഉള്ളിലെ ഒരു തലം. ഇപ്പോൾ നിങ്ങൾ വളരെ മാന്യമായി, വളരെ വിനയത്തോടു കൂടി ഒരു വരിക്ക് നിൽക്കാത്ത ആളുകളോട് പറയുകയാണ്, ഒന്ന് അച്ചടക്കത്തോടു കൂടെ വരിക്ക് നിൽക്കൂട്ടോ എന്ന് പറയുകയാണ്. നിങ്ങൾ പുറത്ത് പറഞ്ഞത് ഇതാണ്, ഉള്ളിൽ ചിന്തിച്ചത് ഈ സാധനങ്ങൾ നിൽക്കുന്നുണ്ടോ ഒരാട്ടുക്കും ചിട്ടയില്ലാതെ, ഇത് എവിടെ നിന്ന് കയറി വന്ന ആൾക്കാരാണ് എന്നാണ് ഉള്ളിൽ ചിന്തിച്ചത്. പുറത്ത് പറയുന്നത് വരിയായി നിൽക്കൂ, കച്ചറയൊന്നും ഉണ്ടാക്കാൻ നിൽക്കൂ എന്നാണ് പറയുന്നത്. പുറമേ പറഞ്ഞത് ഭയങ്കര പോളിഷ്ഡാണ്, പെർസോണ ഉണ്ട്, മാസ്ക് ഉണ്ട്. പക്ഷെ ഉള്ളിൽ ചിന്തിച്ചത് വേറെ രീതിയിലാണ്. അത് തൻ്റെ തനിനിറം ഉള്ളിൽ ചിന്തിക്കുന്ന വേർഡുകളിൽ തനിനിറം കാണിച്ചിട്ടുണ്ടാവും, പറയുന്ന വേർഡുകളിൽ കുറച്ചുകൂടെ മാന്യത മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഇല്ലേ? നിങ്ങൾ ഉള്ളിൽ കരുതിയതും പുറമെ എക്സ്പ്രസ് ചെയ്തതും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതാണ് ഈഗോയും പെർസോണയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ ഈഗോയാണ്, നിങ്ങളുടെ പുറത്തെ നിങ്ങൾ പെർസോണ ആണ്. പിന്നെ ഷാഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാത്തൊരു നിങ്ങളാണ്. അതാണ് നിങ്ങൾക്ക് തന്നെ ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. നിങ്ങളുടെ ഏതൊക്കെയോ തലങ്ങൾ, വളരെ നിഗൂഢമായ ചില തലങ്ങൾ നിങ്ങളെ തന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തോ ആവാട്ടോ. ബട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പിടിയില്ലാത്ത നിങ്ങളുടെ ഉള്ളിലെ ഒരു തലം, അതാണ്. എനിക്ക് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ? അത് ആ ഏരിയയാണ് ഷാഡോ ഏരിയ. ഇങ്ങനെ 3 സാധനങ്ങൾ ഏറ്റിട്ടാണ് നമ്മുടെ വ്യക്തിത്വം നടക്കുന്നത്. ഒന്ന് ഉള്ളിൽ നമുക്ക് പോലും അറിയാത്ത നമ്മുടെ ഒരു തലം, പിന്നെ ഉള്ളിൽ നമുക്ക് മാത്രം അറിയുന്ന നമ്മുടെ ഒരു തലം, നമ്മളെന്താ ചിന്തിച്ചത് എന്നുള്ളത്. നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിച്ചതേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ച തലം, മറ്റൊന്ന് നമ്മൾ മറ്റുള്ളവരായിട്ട് ബിഹേവ് ചെയ്യാൻ ഉപയോഗിച്ച തലം. അതാണ് ഷാഡോ, ഈഗോ, പെർസോണ. ഇതിനെ 3നെയും കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരിക്കണം നമുക്ക്. ഇതിലേതിലൊക്കെ അവബോധം വളരെ കുറവാണോ അത്രയധികം നമ്മുടെ വ്യക്തിത്വത്തിൽ വൈകല്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതെൻ്റെ പെർസോണയാണ്, ഇതെൻ്റെ ഈഗോയാണ്, ഇനി എൻ്റെ ഒരു ഷാഡോ ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം, അംഗീകരിക്കണം. അപ്പോഴാണ് വ്യക്തിത്വത്തെ അവനവന് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.